പത്മഭൂഷൺ എന്തെന്നാണ് പോലും ഞാൻ ശരിക്കും പഠിച്ചില്ല കേട്ടോ, ക്ഷമിക്കണേ. പത്മഭൂഷൺ ഒരു സമ്മേളനം ചെങ്ങന്നൂരിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒന്ന് അറിഞ്ഞ് ഈ ഡോക്ടർ ജയദേവൻ വിളിച്ചപ്പോഴാണ് ടി വി കണ്ടത്. എനിക്കൊരുപാട് നല്ല നല്ല വാക്കുകൾ കിട്ടാറുണ്ട്, ഒരുപാട് ചീത്ത വാക്കുകൾ കിട്ടാറുണ്ട്. രണ്ടും ഞാൻ സ്വീകരിക്കാറുണ്ട്. എന്നെ എതിർത്തവരോട് എനിക്ക് പരിഭവിക്കാം, അനുഭവിച്ചവരോട് പ്രത്യേക പ്രതിബദ്ധതയില്ല. നമ്മുടെ കർമ്മങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ പലതും സംഭവിക്കും. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് അവസാനം വരെ ആ ശരിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 30 കൊല്ലം നിങ്ങളെ സേവിക്കാനും നിങ്ങൾ എന്നെ ഉൾക്കൊള്ളാനും തയ്യാറായി എങ്കിൽ എത്രയോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എത്രയോ കേസുകളുണ്ടായി. ഈ കേസുകൾക്കൊന്നും നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഒരു കോട്ടവും തട്ടാതെ തകർക്കാനോ തളർത്താനോ സാധിക്കാത്തവർക്ക് നമ്മൾ അടിവെച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇതിൻ്റെ എല്ലാം ശക്തി നിങ്ങളാണ്. എനിക്ക് ഈ പുരുഷം കിട്ടുമ്പോൾ മമ്മൂട്ടി കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടി ഞാനും ചിങ്ങമാസത്തിലെ വിശാഖക്കാരാണ്, ഒരേ നാളുകാരാണ്. മമ്മൂട്ടിക്ക് കിട്ടിയെങ്കിൽ മമ്മൂട്ടിയുടെ കഴിവുകൊണ്ട് കിട്ടിയാണ്. അദ്ദേഹത്തിന് നടനത്തിൽ അഭിനയ പാടവത്തിലുള്ള അംഗീകാരമായിട്ട് കിട്ടിയത്. പക്ഷെ എനിക്ക് കിട്ടിയത് അങ്ങനെയല്ല. സംഘടനാ പ്രവർത്തനത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ അംഗീകാരം. ആ അംഗീകാരം കാരണക്കാരെല്ലാം നിങ്ങളാണ്. ആ അംഗീകാരം സമുദായത്തിനാണ് കിട്ടിയത്, വെള്ളാപ്പള്ളി നടേശനല്ല. മമ്മൂട്ടി കിട്ടിയ ആദരവും എന്റെ ആദരവും രണ്ടും പത്മഭൂഷണമാണെങ്കിൽ ആ പത്മഭൂഷണം കണ്ടെത്തിയതിന്റെ ആ നിശാബോധം അല്ല, കണ്ടെത്തിയത് 2 രീതിയാണ്. അദ്ദേഹത്തിന് പ്രഗത്ഭമായ നടന പാടവം കണ്ടുകൊടുത്തുവെങ്കിൽ നമ്മുടെ എല്ലാം കൂട്ടായി വെള്ളാപ്പള്ളി നടേശൻ ഹീറോയാണ്. ഹീറോ ആയത് നിങ്ങളെല്ലാം കണ്ണീർന്നപ്പോഴാണ്. ഇവിടുത്തെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ വന്നപ്പോൾ സമുദായം സാമ്പത്തികമായി പിന്നോക്കമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ മുന്നോക്കം കൊണ്ടുവരുവാൻ ആരോടും യുദ്ധം ചെയ്യാനോ മതവിദ്വേഷം വളർത്താനോ അല്ല, അവർക്കൂടെ സാമ്പത്തികമായി ഉയർത്തുവാൻ അവരെ വളർത്തുവാനുള്ള കർമ്മപദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് എത്രയോ കോടി ബംഗാളിലെ യൂനൂസ് കുഞ്ഞ് അദ്ദേഹത്തിന് 2000 കോടിയാണ് 100 കൊടുത്തു, പത്മശ്രീ കിട്ടി. അതിനേക്കാൾ എത്രയോ കോടി നമ്മൾ കൊടുത്തു, ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഇതുപോലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ SNDP യോഗത്തിലായാലും SNDOസിലായാലും ഇവിടുത്തെ സാധാരണക്കാരെ എതിർത്താനും വളർത്താനും അതിനെല്ലാം നമ്മുടെ കൂട്ടായ്മയാണ്. ഇത് വെള്ളാപ്പള്ളി നടേശന്റെ കഴിവല്ല. നമ്മളെല്ലാം ഒന്നായി പ്രവർത്തിച്ച് അങ്ങനെ മഹാ അത്ഭുതമെന്ന് പറഞ്ഞ് പലരും പഠിക്കാനും മനസ്സിലാക്കാനും എത്രയോ വിദേശ പ്രദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ തന്നെ വന്ന് കണ്ടുപഠിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കാരണഭൂതരായത് സമുദായ അംഗങ്ങളുടെ പിൻബലവും നമ്മുടെ കൂട്ടായ പ്രവർത്തനമുണ്ടാകും. അതുകൊണ്ട് ഈ അവാർഡ് പത്മഭൂഷൺ കിട്ടിയെങ്കിൽ അത് നമ്മുടെ സമുദായത്തിന് കിട്ടിയ അവാർഡായിട്ടാണ് ഞാൻ കണക്കുന്നു. അത് ഗുരുവിന്റെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു വിവാദങ്ങൾ എന്നും എൻ്റെ തോളിൽ നിന്ന് മാറുകയില്ല. ചുമ്മാ ഇരുന്നാലും വിവാദങ്ങൾ വേതാളങ്ങളായി എൻ്റെ തോളയിൽ വീഴും. പക്ഷെ ഏത് തോളയിൽ വീണാലും കുറച്ച് കഴിയുമ്പോൾ അതെനിക്കൊരു പൂമാലയായി മാറും. അതാണ് കാണുന്നത്. അത് നിങ്ങളെല്ലാം പ്രാർത്ഥന.